അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് മോരിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മോരിക്കറി എന്ന് പറഞ്ഞാൽ ചിലവർ മോർക്കാളം എന്നൊക്കെ പറയും. പണ്ട് ലക്കിടി ഭാഗത്തേക്കൊക്കെ ലക്കിടി ഒറ്റപ്പാലം പട്ടാമ്പി ആ ഭാഗത്തൊക്കെ ഭയങ്കര ഫേമസാണ് ഈ കറി. എന്താണ് അവർക്ക് അന്ന് നെയ്ച്ചോറും ബിരിയാണിയൊന്നും അന്ന് വെക്കില്ല അത്ര. എൻ്റെ അമ്മ പറഞ്ഞാണ് കേട്ടോ. അന്നൊക്കെ ഈ മോർക്കാളം ഉണ്ടാക്കുക, ബീഫ് കറി വെക്കുക, അതൊക്കെ തന്നെയായിരുന്നു ഫേമസ് ആയിട്ടുള്ളത്. ആര് വിരുന്ന് വന്നാലും ലക്കിടി നേർച്ച അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ മോരിക്കറി വേണ്ടിയിട്ട് വെക്കും. ഉള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, പിന്നെ ചേന അരിഞ്ഞത്, കുമ്പളങ്ങ അരിഞ്ഞതൊക്കെ വൃത്തിയാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് ചതച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് കുക്കറിലേക്ക് പച്ചക്കറിയൊക്കെ ഇടാം. കുമ്പളങ്ങയും ചേന ഇടുന്നത് പറഞ്ഞാൽ കുമ്പളങ്ങ ഇടുമ്പോൾ കുറച്ച് മോരുകറി വെള്ളം പോലെ ആവും. അപ്പോൾ അതിനാണ് ചേമ്പൊക്കെ കുറുകാനിടണം. നല്ല ടേസ്റ്റും ഉണ്ടാവും. ഈ ചതച്ചതിടാം. അതിന് ശേഷം ഇത്തിരി കുറച്ച് മുളക് പൊടി, ഒരു അര ടീസ്പൂണോ 1/4 ടീസ്പൂണൊക്കെ മതി. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. കാരണം ഇത്തിരി അങ്ങനത്തെ ഒരു കളറാണ്, പച്ചയും മഞ്ഞയും കളറാണ്. ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഇതിൽ വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം വേണം. ഇത് വേവാനുള്ള വെള്ളം ഒഴിക്കുക. അതിനുശേഷം കലക്കിയിട്ട് നന്നായി ഇളക്കിയ ശേഷം കുക്കറടച്ച് 2 വിസിൽ 3 വിസിലൊക്കെ വന്നാൽ നന്നായി വേവും. ചേന ഉണ്ടല്ലോ ഇതിൽ, ചേന വേവാൻ വേണ്ടിയിട്ടുണ്ട്. അടുപ്പ് കത്തിച്ച് കുക്കർ വെച്ചിട്ടുണ്ട്. അത് നന്നായി വേവട്ടെ. അത് വേവുമ്പോഴത്തേന് നമുക്ക് തേങ്ങ അരച്ച് വെക്കാം. തേങ്ങയിൽ നല്ല ജീരകം കൂട്ടിയിട്ട് നന്നായി അരച്ച ശേഷം അതിലിത്തിരി ഒരു പച്ചമുളകും കൂടി ചേർത്ത്. അതൊരു തേങ്ങയിൽ കൂട്ടുമ്പോൾ ഒരു പ്രത്യേകമാണോ. അതിന് ശേഷം അതിൽ നമുക്ക് അത് കുറച്ച് തൈര് അതിൽ ചേർത്ത് ഒന്നടിക്കുക. കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ അരച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ തൈര് ഒന്നടിച്ചിട്ട് വന്നിട്ടുണ്ട്. പച്ചമുളക് ഇട്ടിട്ട് തൈരും അടിച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകോ 2 ഒക്കെ അങ്ങനെ മതി, കുറച്ച് മതി അളവിനനുസരിച്ചിട്ട്. പിന്നെ ഇതിൽ നല്ല ജീരകം കൂട്ടിയിട്ടാണ് അരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒഴിക്കാം. തേങ്ങ ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടായ ശേഷം നമുക്ക് തൈര് ഒഴിക്കാം. തൈര് ഒഴിച്ചിട്ട് അധികം ചൂടാവേണ്ട ആവശ്യം. വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഉപ്പ് പാകമാണോ നോക്കിയിട്ട് അതിന് ശേഷം തൈര് ഒഴിക്കാം. തൈര് ഒഴിച്ചാൽ അധികം തിളക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് താളിപ്പാണ്. നിങ്ങൾ വിചാരിക്കും മോരിക്കറിയൊക്കെ ഇപ്പോൾ ആർക്കും വെക്കാനറിയാത്തതെന്ന്. എന്നാലും പുതിയ തലമുറകൾക്ക് ഇതൊരു അവർക്ക് വേറെ ആരെക്കൊണ്ടും ചോദിക്കണേക്കാട്ടി ഇങ്ങനെയുള്ളതൊക്കെ നോക്കിയ ചാനലുകളൊക്കെ നോക്കി അവർക്ക് പെട്ടെന്ന് പിടികിട്ടും. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ ഒക്കെ നോക്കണം, എല്ലാ ഇതും നോക്കണം എൻ്റെ കേട്ടോ. നമുക്ക് തൈര് ഒഴിക്കാം. തൈര് ഒഴിച്ചാൽ ഓഫാക്കി വെക്കാം നമുക്ക്. അതിന് ശേഷം നമുക്കൊന്നിങ്ങനെ കലക്കിയിട്ട് ഒന്ന് മൂടിയിടാം. 2 മിനിറ്റ് ആ ചൂടിൽ തന്നെ ഒരു 2 മിനിറ്റ് നിൽക്കട്ടെ. അതിന് ശേഷം താളിക്കാനുള്ള എണ്ണ ഒഴിക്കാം. ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ ഒഴിക്കും. എണ്ണ നന്നായി ചൂടായ ശേഷം കടുകിടുക. കടുക് പൊട്ടിയ ശേഷം നമുക്ക് 2 ഉണക്കമുളക് പൊട്ടിച്ചിടാം. ഉണക്കമുളക് പൊട്ടിച്ചിട്ടിട്ട് അത് നല്ലൊന്ന് മൂത്ത ശേഷം നമുക്ക് കറിവേപ്പിലിടാം. കറിവേപ്പില നന്നായി കഴുകിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഒരു ചിലപ്പോൾ പുഴുക്കൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ മേടിച്ചിട്ട് വരുമ്പോൾ കടയിൽ നിന്നൊക്കെ വെക്കുന്നത് അങ്ങാടിയിലൊക്കെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നന്നായി കഴുകിയ ശേഷം അതിലേക്ക് ഇടുക. ഒന്ന് ഡ്രൈ ആയ ശേഷം ഇടാം. മതി. കഴിഞ്ഞ് താളിപ്പ് അതിൽ കൊഴിക്കുക കഴിഞ്ഞു.
താളിപ്പ് അതിലേക്ക് ഒഴിക്കാം. അങ്ങനെ ഒരു മിനിറ്റ് മൂടി വെച്ചാൽ മതി. നന്നായിരിക്കും, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഒന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ എന്നോട് സപ്പോർട്ട് ചെയ്യണം, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതൊക്കെ. അസ്സലാമു അലൈക്കും.